100 യജ്ഞങ്ങൾ ചെയ്താൽ ഒരാൾക്ക് കിട്ടുന്ന ഫലം ഭക്തിയോടുകൂടി ഒരിക്കൽ ശ്രീചക്രത്തെ ദർശിച്ചാൽ കിട്ടുമെന്ന് പറയുന്നു. ചതുരശ്രം, വൃത്തത്രയം, ഷോഡശദളം, അഷ്ടദളം, ചതുർദശാരം, ബഹിർദശാരം, അന്തർദശാരം, അഷ്ടകോണം, ത്രികോണം, ബിന്ദു. നിവർന്നു നിൽക്കുന്ന മനുഷ്യ ശരീരത്തെയാണ് ത്രിമാനരൂപിയായ ശ്രീചക്രം അഥവാ മേരുചക്രം കൽപ്പിക്കുന്നത്. മനുഷ്യ ശരീരമാകുന്ന പിണ്ഡാണ്ഡം ബ്രഹ്മാണ്ഡത്തിന്റെ പകർപ്പ് തന്നെയാണെന്നും പ്രപഞ്ചത്തിൽ നടക്കുന്ന ചലനങ്ങൾ മനുഷ്യ ശരീരത്തിലും അതുപോലെ തന്നെ തിരിച്ചും അനുവർത്തിക്കുമെന്നും കണ്ടെത്തി പ്രപഞ്ചത്തെയും അതിൻ്റെ നിയാമക ശക്തികളെയും പൂർണ്ണമായും പ്രതിനിധാനം ചെയ്യുന്ന ശ്രീചക്രത്തിൻ്റെ ഓരോ ഭാഗവും ശരീരാവയവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ വിശദീകരണമായിട്ട് ഭാവനോപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഇതുപ്രകാരം മന്ത്രാക്ഷരങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന് സർവൈശ്വര്യങ്ങളും മോക്ഷവും പ്രാപിക്കാമെന്ന് ഋഷീശ്വരന്മാർ നമുക്ക് കാട്ടിത്തരുന്നു.